നമസ്കാരം. ഇത് ഇളയിടത്ത് സ്വരൂപം. കൊട്ടാരക്കര തമ്പുരാൻ ജനിച്ചു വളർന്ന സ്ഥലം. വേണാട് രാജവംശത്തിൻ്റെ ഒരു ശാഖയായിട്ടാണ് ഈ രാജവംശം ഉത്ഭവിച്ചത്. വേണാട് രാജവംശത്തിൻ്റെ ഏറ്റവും ഇളയ താവഴിയിലായതിനാൽ ഇത് ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടു. നെടുമങ്ങാട്, കൊട്ടാരക്കര എന്നീ പ്രദേശങ്ങളും പത്തനാപുരത്തിൻ്റെ ചില ഭാഗങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന ചെങ്കോട്ടയുടെ ചില ഭാഗങ്ങളും ഈ വംശത്തിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ടിരുന്നവരാണ്. 1736 കൊട്ടാരക്കര തമ്പുരാൻ നാട് നീങ്ങി. 1741 ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ അടുത്ത ഭരണാധികാരിയായി ഡച്ചുകാർ റാണിയെ വാഴിച്ചു. ഇത് മാർത്താണ്ഡവർമ്മയെ ചൊടിപ്പിച്ചു. അദ്ദേഹം സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഡച്ചുകാരുടെയും റാണിയുടെയും സംയുക്ത സേനയെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയം സമ്മതിച്ചു. അങ്ങനെ ഇളയിടത്ത് സ്വരൂപം വേണാടിൻ്റെ ഭാഗമാവുകയും റാണി കൊച്ചിയിലേക്ക് പലായനം ചെയ്ത് ഡച്ചുകാരുടെ സംരക്ഷണത്തിന് കീഴിലായി. ഡച്ചുകാർക്ക് തിരുവിതാംകൂറിലെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമായി. അവരുടെ വ്യാപാര ശൃംഖലയ്ക്ക് ഒരു കനത്ത തിരിച്ചടിയായി. 1742 മാർത്താണ്ഡവർമ്മ ഈ രാജ്യത്തെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ആദിമരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിനോടടുത്താണ് ഇളയിടത്ത് സ്വരൂപം. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊല്ലം ജില്ലയുടെ ആസ്ഥാനം കൂടിയാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് കെട്ടിടം നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെയും തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെയും തനത് കലാരൂപങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പുരാവസ്തു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരിടം കൂടിയാണിത്. പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലിണ, എട്ടണ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. കൊട്ടാരക്കരയ്ക്ക് ഒരു പൊൻതൂവലായി നിലകൊള്ളുന്ന കൊട്ടാരക്കര തമ്പുരാൻ ക്ലാസിക്കൽ കലാ മ്യൂസിയത്തിൻ്റെ ഉയർച്ച ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.